ആർ.എം.പി നേതാവ് കെ.എസ്. ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ബൈക്കിലെത്തിയ 2 പേർ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുകയായിരുന്നു. ചുറ്റുമതിലിൽ തട്ടിയതിനാൽ അപകടം ഒഴിവായി. വടകര രജിസ്ട്രേഷനുള്ള ഒരു കാർ വൈകിട്ട് മുതൽ പ്രദേശത്ത് കറങ്ങുന്നുണ്ടായിരുന്നുവെന്ന് കെ.എസ്. ഹരിഹരൻ പറഞ്ഞു. തേഞ്ഞിപ്പലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശ്രീ കെ.എസ്. ഹരിഹരൻ നമുക്കുണ്ട്. ശ്രീ കെ.എസ്. ഹരിഹരൻ, താങ്കളുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഈ കഴിഞ്ഞ രാത്രി മുതൽ ഈ രാത്രി വരെ തുടരുന്നുണ്ട്. വലുതായി വാർത്തകളുണ്ടായി, വലിയ ചർച്ചകൾ ടെലിവിഷൻ ഉൾപ്പെടെ ഉണ്ട്, മാതൃഭൂമി ന്യൂസിലടക്കം കാര്യത്തിൽ വിവിധ ആളുകളുടെ പ്രതികരണവും കണ്ടത്. ഇതിനിടയിൽ ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങളാണ് പങ്കുവയ്ക്കാൻ കഴിയുക താങ്കൾക്ക്? 3 സംഭവങ്ങളാണ്. ഒന്ന് 2-2:30 മണിയായപ്പോ വടകര രജിസ്റ്റർ ചെയ്ത ഒരു കാറിൽ, ഒരു ഹ്യുണ്ടായി കാറില് കുറച്ച് ചെറുപ്പക്കാര് വീടിന് മുമ്പിൽ വന്ന് വെള്ളം വെക്കുകയും ഇറങ്ങി ഒരാളൊക്കെ പറഞ്ഞ് പറയുകയും ചെയ്തു. ഞങ്ങൾ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ വണ്ടി എടുത്ത് പോയി. ഞങ്ങൾ ആ വിവരം പോലീസിനെ അറിയിച്ചിരുന്നു. അത് കഴിഞ്ഞ് CPIM-ന്റെ പ്രാദേശിക തലത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നു. അതിൽ എനിക്കെതിരായ കൊലവിളി മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിയത്. അത് കഴിഞ്ഞാണ് രാത്രി 8:15 മണിയോടെ ബൈക്കിലെത്തിയ 2 പേര് വീടിന് മുമ്പിൽ ബോംബ് എറിഞ്ഞിട്ട് പോയത്. ബോംബ് മതിലിൽ തട്ടിയിട്ട് പൊട്ടിത്തെറിച്ച് മതിലിന് വിള്ളലുണ്ടായി. ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ലേ? ഇത് ബോംബാണ് എന്നവർ മനസ്സിലാക്കിയോ? നാടൻ ബോംബായിരിക്കാം ഒരു പക്ഷേ. ആ പ്രദേശത്തൊക്കെ അങ്ങനെയാണല്ലോ, കുടിൽ വ്യവസായം പോലെ പലയിടത്തും ഈ നാടൻ ബോംബ് പ്രയോഗമൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇതെന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? പോലീസ് അക്കാര്യത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുന്നത്? പോലീസ് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അവരെന്താന്ന് അഭിപ്രായം ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ സ്ഫോടന സ്വഭാവം വെച്ചിട്ട് അതിന്റെ ശബ്ദം കേട്ടിട്ട് വലിയ മാരകമായ ഒരു സംഗതിയാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിന്റെ ശബ്ദം ശബ്ദമായിരുന്നു. ഇപ്പോൾ ഈ CCTV ക്യാമറയൊക്കെ വെച്ചാണല്ലോ പോലീസ് എല്ലാ കാര്യങ്ങളും തെളിയിക്കുന്നത്. ഈ ഭാഗത്ത് CCTV ക്യാമറകൾ ഉണ്ടോ, അതോ താങ്കളുടെ ദൃശ്യങ്ങളാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? അവർ പോയ വഴിയിലുണ്ടാവും, പക്ഷെ നമ്മുടെ പരിസരത്ത് അങ്ങനെ ക്യാമറ ഒന്നുമില്ല. അടുത്ത് ഒക്കെ ഉണ്ട്. താങ്കളുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനമുണ്ടായി. അത് UDF-ലെ നേതാക്കളുടെ ഷാഫി പറമ്പിൽ, KK രമ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള വിമർശനമുണ്ടായി. പ്രതിപക്ഷ VD സതീശൻ്റെ ഭാഗത്തു നിന്ന് താങ്കളുടെ പരാമർശങ്ങൾ അനുചിതമായി പോയി എന്ന് തള്ളിപ്പറയുകയും ചെയ്തു. അതിനിടയിൽ അതിന് മുൻപ് തന്നെ താങ്കളെ തിരുത്തുകയും ചെയ്തു. ഈ പ്രസംഗത്തെ തുടർന്ന് രൂപപ്പെട്ടൊരു രാഷ്ട്രീയ സാഹചര്യമാണോ താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകാനുള്ള കാരണമായി അങ്ങ് കരുതുന്നത്? അതില് പ്രസംഗത്തിൽ വന്ന പരാമർശം ആദ്യമായിട്ട് തള്ളിപ്പറഞ്ഞ ഞാനാണ്. ഞാനത് എന്റെ ഫേസ്ബുക്കിൽ തള്ളിപ്പറഞ്ഞതാണ്. അതിനുശേഷമാണ് മറ്റുള്ളവരൊക്കെ അത് ആ നിലപാടിലേക്ക് എത്തുന്നത്. അതെനിക്കുള്ള രാഷ്ട്രീയമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ നിലപാടെടുത്തത്. ഞാൻ അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയൊരു പരാമർശം മാപ്പ് ചോദിക്കുന്നത്. വേറെയും പല മാന്യന്മാരും പലതും പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. അവരൊന്നും അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് പത്രം നടത്തുമ്പോൾ പി മോഹനൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇതങ്ങനെ മാപ്പ് പറഞ്ഞാലൊന്നും ഇല്ല. മാപ്പ് പറഞ്ഞാൽ തീരാത്തത് ബോംബെറിഞ്ഞ് തീർക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അത് അവിടുന്ന് കോഴിക്കോട് നിന്ന് പ്ലാൻ ചെയ്ത് വന്നൊരു സംഗതിയാണ്. അങ്ങനെ ബോംബെറിഞ്ഞിട്ട് ഭയപ്പെടുത്തിയിട്ട് അങ്ങനെ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോകുന്ന രീതി ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ ചന്ദ്രശേഖരന്റെ പാർട്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഭയന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അവർക്ക് ഇനി ഒരുപാട് ബോംബുകൾ എറിയേണ്ടി വരും. നന്ദി ശ്രീ കെ.എസ്. ഹരിഹരൻ.